കുറച്ചും കൂടെ പുറകിലോട്ട് എടുക്കുക. ആ ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വയനാടിനെ കുറിച്ച് സംസാരിക്കാനാണ്. 2018 നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ അതേ തന്നെയായിരുന്നു വയനാട് ദുരന്തവും. മലയാളികളെല്ലാവരും ഒരുമിച്ച് എന്തും സാധിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു അടയാളമാണ് വയനാട് ദുരന്തം. 5 മണിക്ക് നാളത്തെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി കിടക്കുന്ന കുട്ടികൾ കിടക്കുമ്പോഴായിരുന്നു ഈ വയനാട് ദുരന്തം. ആരും ഒന്നും നോക്കില്ല. കിടക്കുമ്പോൾ തന്നെ മരിച്ചു വീഴും. കോടിക്കണക്കിന് നഷ്ടങ്ങളും ഉണ്ടായി. ബാക്കി ഉണ്ടാകുന്നവർക്കാണെങ്കിൽ കൈയുമില്ല, കാലുമില്ല. ബോഡികൾ മരിച്ചുപോയ ആൾക്കാരുടെ ബോഡികൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സത്യത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ ദുരന്തമെന്ന് തന്നെ പറയാം. എന്നാൽ പാവപ്പെട്ടവരെന്നോ പണക്കാരനോ ഇല്ലാതെ കേരള സമൂഹം ഒത്തുചേർന്ന് എന്ന വയനാട് ദുരന്തത്തിൽ നമുക്ക് ദുരന്തം പറ്റി എല്ലാവരെയും സഹായിക്കാൻ പറ്റി. ഏകദേശം 5 കോടിയോളം രൂപയാണ് നമ്മൾ ഫണ്ടായിട്ട് അവർക്ക് കൊടുത്തത്. അത് നമുക്ക് കഴിയുന്ന 10 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും അത് അവർക്ക് വലിയ പൈസയാണ്. ഇതിൽ നിന്ന് അവരെ കളികളെ പറ്റുമൊന്നും അറിയത്തില്ല. കാരണം കുട്ടികൾക്ക് മാതാപിതാക്കളില്ല, വയസ്സായവരൊക്കെ മരിച്ചുപോയി.